ഞാൻ ആ BLOയിലേക്ക് കൂടി പോയി വരാം. സുഹൃത്തെ, ഞാൻ പേര് പറയുന്നില്ല. താങ്കൾ ഏകദേശം എത്ര ശതമാനത്തോളം എന്യൂമറേഷൻ ഫോമുകൾ ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞു? ഈ നിശ്ചയിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ ഇത് തീർക്കാൻ പറ്റുമോ? ഏതെങ്കിലും തരത്തിൽ ഈ ജോലി താങ്കൾ ആസ്വദിച്ച് ചെയ്യാൻ കഴിയുന്നുണ്ടോ താങ്കൾക്ക്? നിലവില് രാവിലെ 8 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പോഴും ഫീൽഡിലാണ്. ഏതാണ്ട് 60% ഫോമുകൾ വിതരണം ചെയ്യാനായിട്ട് കഴിയുകയും അതിന്റെ തന്നെ ഒരു 60-65% ഫോമുകൾ കളക്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും നമുക്കൊരാളെ സാറ്റിസ്ഫൈഡ് ചെയ്യുന്നത്, അതായത് ഒരു സംശയം ചോദിക്കുന്നവർക്ക് അവിടെ സംശയ നിവാരണം നടത്തിക്കൊണ്ട് ഒരിക്കലും ഇത് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇങ്ങനെ പോയാൽ കുറ്റമറ്റതല്ലാത്ത രീതിയിൽ ഈ വോട്ടർ പട്ടിക വരുമോ? ഈ പിഴവുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയല്ലേ? ഏറെയാണ്. കാരണം നമുക്കത് പരിശോധിക്കാനുള്ള സമയമോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് കൃത്യമായിട്ട് പരിശോധിക്കാനും അവരെ സംശയം നിവാരണം ചെയ്തുകൊണ്ടൊക്കെ ചെയ്യാനുള്ള സാഹചര്യം വളരെ വിരളമാണ്. ഈ നിങ്ങളെ ബൂത്ത് ലെവൽ ഓഫീസർമാരെ സമ്മർദ്ദത്തിലാക്കുന്നത് ഏതെങ്കിലും പ്രത്യേക ഉദ്യോഗസ്ഥന്മാർ മാത്രമാണോ? അതായത് ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകളുടെ ഉദ്യോഗസ്ഥന്മാർ മാത്രമാണോ? അങ്ങനെയല്ല. കേരളത്തിലെ ഒട്ടുമിക്ക, അതായത് കേരളത്തിൽ ഈ 140 മണ്ഡലങ്ങളില് എല്ലാ മണ്ഡലങ്ങളിലും ഒരേ ലെവലിലാണ് ഈ പ്രഷർ ഉള്ളത്. അതുകൊണ്ടാണ് ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല ഈ പരാതികൾ ഉയർന്നു വരുന്നത്. താങ്കളുടെ അഭിപ്രായത്തിൽ എത്ര ദിവസം കൂടെ നീട്ടി കിട്ടിയാൽ ഇത് കുറച്ചുകൂടി സമാധാനത്തോടു കൂടി സമ്മർദ്ദമില്ലാതെ ചെയ്ത് തീർക്കാൻ കഴിയും? എനിക്ക് തോന്നുന്നു 1 മാസം കൂടെ എങ്കിലും മിനിമം ഇത് നീട്ടി കിട്ടിയാലേ എനിക്ക് തോന്നുന്നു ഇത് കുറ്റമറ്റ രീതിയിൽ എല്ലാവരിലും ഫോം എത്തിച്ച് അവരുടെ തന്നെ ഡാറ്റ സെന്റർ കൃത്യമായി കളക്ട് ചെയ്തുകൊണ്ട് കൊടുക്കാൻ എനിക്ക് തോന്നുന്നു ഒരു മാസം കൂടെ എങ്കിലും, ഈ പറയുന്ന ഡിസംബർ 4 കഴിഞ്ഞ് 1 മാസം കൂടെ എങ്കിലും മിനിമം നമുക്ക് ലഭിച്ചാൽ മാത്രമേ കേരളത്തിൽ അത് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. മറ്റ് സ്റ്റേറ്റുകളെ കുറിച്ച് എനിക്കറിയില്ല. കേരളത്തിൽ നമ്മൾ ഒരു താങ്കളും ശരിക്കും സമ്മർദ്ദത്തിൽ തന്നെയാണോ ഈ ജോലിയുടെ ഭാരത്തിൽ? 100% സമ്മർദ്ദത്തിലാണ്. ഫാമിലിയെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ജോലി ചെയ്യേണ്ട സാഹചര്യത്തിൽ കൂടെയാണ് ഞാൻ കടന്നു പോയിട്ടുള്ളത്.